യഥാർത്ഥമായിട്ടും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം എന്താണ്? നമ്മൾ പാടിയുണ്ടല്ലോ, അനുഗ്രഹത്തിന്റെ അധിപതിയെ എന്നാണ് നമ്മളെ പാട്ട് പാടിയത്. യഥാർത്ഥമായിട്ടും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നവരെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. യഥാർത്ഥമായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിച്ച അനുഗ്രഹം ആ പാട്ടിന്റെ വരികൾ തന്നെയുണ്ട്. മരണ ദിവസം വരുമളവിൽ മറിഞ്ഞിടും ഞാൻ നിൻ മാർവിടത്തിൽ. അതെ, ഒരു ദിവസം മരണം നമ്മളെ പിടിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മാർവിൽ മറിഞ്ഞിരിക്കാനുള്ള സ്വാതന്ത്ര്യവും സന്തോഷവും ധൈര്യവുമാണ് യഥാർത്ഥമായിട്ടും യേശുക്രിസ്തുവിന്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞത്. മരണഭീതി നീക്കിക്കളയുന്ന ഒറ്റ കാര്യം മാത്രമേ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലുള്ളൂ. ആകിയാൽ എന്റെ പല പ്രസംഗങ്ങൾ നിങ്ങൾ ഇവിടെ കേട്ടിട്ടുള്ളത് കൊണ്ട് ഈ വിഷയം ഒരിക്കൽ കൂടെ പറയുവാന് ഇന്നിവിടെ നിന്ന് പ്രസംഗിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ എന്താണ് ക്ഷേമിച്ചത് വഴി ഞാൻ വന്നിരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങളെല്ലാം ക്രിസ്തീയ മതവിശ്വാസികളാണ്. എന്നാൽ പ്രിയപ്പെട്ട, നിങ്ങൾ പറയുന്ന പോലെ അവൻ ഏക പരിശുദ്ധനാണ്, അവൻ പാപമില്ലാത്തവനാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സ്വന്തം ബുദ്ധിയെ ചിന്തിക്കുവാന് ആ പാപമില്ലാത്ത കർത്താവിന്റെ മാർബിൽ നിങ്ങൾ തല ചായച്ച് സ്വാതന്ത്ര്യം നേടണമെങ്കിൽ, സ്വസ്ഥത നേടണമെങ്കിൽ നിങ്ങൾക്കൊരു പാപമോചനം ആവശ്യമില്ലയോ? ദൈവത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന അനുഗ്രഹം യേശുക്രിസ്തുവിനോട് ചേരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ പാപങ്ങൾ നമ്മളെ വീണ്ടെടുക്കുവാനത്രേ അവൻ ക്രൂശിൽ മരിച്ചത്.